കേരളത്തിൽ വേറെ ഏത് ഷോറൂമിൽ എടുത്താലും കിട്ടാത്തൊരു EMI റേറ്റിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ഈ കമ്പനിന്നാവുമ്പോ ചെറിയ സ്ക്രാച്ച് വന്നാലും അവർ മാറ്റി ചെയ്യുള്ളൂ. അവർക്ക് അത് നിലക്കം നിർത്തി പുട്ടിട്ട് പെയിന്റ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ആ ലേബല് കമ്പനിയിൽ ഇല്ല. 25,000 രൂപ സ്പോട്ടിൽ കുറച്ച് 8.25 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു 21 വണ്ടി ഒരു ക്ലെയിമോ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. പെർ ലാക്കിന് 2,199 EMI കൊടുക്കാൻ പറ്റും. പുതിയ ഷോറൂമിൽ വണ്ടി ഇറക്കേണ്ട അതേ EMI നമുക്ക് കൊടുക്കാൻ പറ്റും. സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ അതെ, 9.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. കേരള വണ്ടി കേട്ടോ, സിംഗിൾ ഓണർ ആണ്, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉള്ള വണ്ടി 9.5 ലക്ഷം രൂപ കൊടുക്കാം. 8 ലക്ഷം രൂപ വ്യത്യാസത്തിലാണ് വണ്ടി തരുന്നത്. പുതിയ വണ്ടി വാഹനം എടുക്കണമെങ്കിൽ 21,54 വലിയ വില ഉള്ള വണ്ടി നമ്മൾ 13,75,000 രൂപ കൊടുക്കുന്ന കസ്റ്റമർ 6,80,000 നമുക്ക് വണ്ടി കൊടുക്കാം. ലോൺ ആണെങ്കിൽ 8,80,000 വരെ ലോണും ചെയ്യാം. 2 ലക്ഷം രൂപ ക്യാഷും ബാക്ക് ആയിട്ട് കൊണ്ടുപോയിട്ട് നമ്മളങ്ങനെ ഏകദേശം ഒരു മാസത്തിന് ശേഷം വീണ്ടും വണ്ടൂരുള്ള RB പട്ടത്തിലെ വീണ്ടും സെമീർ വീട്ടിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി മഴ കേട്ടോ, പെരുമയാണ് പെരുമ. ഇന്നലെ ഇന്നൊക്കെ മഴയാണ്, ഒരു ഒഴിവില്ലാതെ മഴ. അതും കളക്ടർ ഒഴിവ് കൊടുത്തിട്ടുണ്ട്, റെഡ് കാർഡ് കൊടുത്തിട്ടുണ്ട്, സ്കൂളും മത്സരമൊക്കെ ഒഴിവ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം മെയിനായിട്ട് ആദ്യം പറയുന്നത് നമ്മള് വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിലോട്ട് വണ്ടി കൊണ്ട് പോകാതിരിക്കുക, നമ്മളും പോകാതിരിക്കുക. കാരണം അതുപോലെ തന്നെ ഈ കുന്നുമലകളുള്ള പ്രദേശത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒന്ന് കെയർഫുൾ ആയിട്ട് നിൽക്കുക. ഈ സമയത്ത് അപ്പൊ തുടർച്ചയായ മഴ പെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ അധികവും ടയർ ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വണ്ടി എടുക്കുമ്പോൾ വണ്ടിയുടെ ടയർ ഭാഗങ്ങള് മാറ്റങ്ങൾ വരുത്താൻ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റിക്കളയാം. കാരണം ഈ സമയം സ്ലിപ്പാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ വെടിക്കെട്ട് 2-3 ഓഫറുമായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. എല്ലാ ഓഫറും പറഞ്ഞാല് കേരളത്തിൽ ഇതുവരെ വെല്ലുവിളിക്കാത്തൊരു ഓഫർ. നിങ്ങൾ വേറെ എവിടുന്ന് വണ്ടി എടുത്താലും നല്ല പ്രൊഫൈലുള്ള 750 പ്രൊഫൈലുള്ള ആളുകളാണെങ്കിൽ പുതിയ വണ്ടിയുടെ അതേ EMI നമുക്ക് കൊടുക്കാൻ പറ്റും. പുതിയ വണ്ടിയുടെ EMI തൊള്ള പറയല്ല, 750 മുകളിൽ സിബിലും 6 മാസത്തെ ബാങ്കിങ്ങും ഒക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ 6.5, അതായത് പെർ ലാക്കിന് 5,199 രൂപ EMI കൊടുക്കാൻ പറ്റും. പുതിയ വണ്ടിയുടെ EMI, അതായത് നിങ്ങൾ അന്വേഷിച്ചോളെ, കേരളത്തിൽ വേറെ ഏത് ഷോറൂമിൽ എടുത്താലും കിട്ടാത്തൊരു EMI റേറ്റിൽ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. കറക്റ്റ് നല്ല ട്രാക്ക്, അടിപൊളി സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ള കസ്റ്റമർ കാര്യമാണ് പറഞ്ഞത്. അല്ലാത്തൊരു ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. 750 സിബിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 6.5% ഇൻട്രസ്റ്റിലാണ് ഈ വാഹനങ്ങളൊക്കെ കൊടുക്കുന്നത്, ചെയ്തു കൊടുക്കുന്നത്. അതായത് പെർ ലാക്കിന് എഴുതി വെച്ചോളി, പെർ ലാക്കിന് 2,199 വരെ നമുക്ക് EMI കൊടുക്കാൻ പറ്റും. അതായത് 2,200 രൂപ താഴെ EMI കിട്ടുന്ന വേറെ ഏതെങ്കിലും സ്ഥലം കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും ഗ്യാരണ്ടിയിൽ നമ്മൾ കൊടുക്കുന്നത്. കറക്റ്റ് മലപ്പുറം ജില്ലയിൽ വണ്ടൂരിൽ തന്നെ പെരിന്തൽമണ്ണ റോട്ടിൽ 1 കിലോമീറ്റർ മാറിയിട്ട് വണ്ടൂര് വ്യാപാരി ഭവൻ റോഡ് RB മോട്ടോഴ്സിലാണ് നമ്മൾ ഒരു 19 വണ്ടികൾ നിലവിലുണ്ട്. കൂടുതൽ അതെ, സൗണ്ടിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അടിപൊളി കറ്റാണ്, ന്യൂ ഷേപ്പാണ്, പകുതി വിലക്ക് കൊടുക്കുകയാണ്. ഓഫർ വെറുതെ പറയുന്നല്ല, ഓഫറും തരികയാണ്. ഇനി നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ഓഫർ, പെരുന്നാൾ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ, ഓണാണ് വരുന്നത്. ഓണത്തിനുള്ള സ്റ്റോക്കുകൾ കയറ്റാൻ നമുക്ക് പുതിയത് 8 ലക്ഷം രൂപ വിലക്കുറവിലാണ് ഈ വാഹനം കൊടുക്കുന്നത്. 8 ലക്ഷം വിലക്കുറവിൽ കമ്പനി വാറണ്ടിയിൽ കിടക്കുന്ന വാഹനം, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. 4 പുത്തൻ ടയർ, അത് പനോരമിക് സൺറൂഫ്, അതായത് പുത്തൻ വണ്ടി അന്ന് ഷോറൂമിൽ നിന്ന് ഇറക്കിയപ്പോ 21,54,000 രൂപ ബില്ല് വിലയുള്ള വാഹനം, ബില്ല് വിലയുള്ള വാഹനം. ഈ ഒരു വാഹനം നമുക്ക് 13,70,75,000 രൂപക്ക് ഫൈനലായിട്ട് കൊടുക്കാം. കേരളത്തിൽ ഞാൻ വെറുതെ പറയില്ല, കേരളത്തിൽ ഈ ഒരു വിലക്കുറവില് ഈ ഒരു ക്രെറ്റ കിട്ടിയാൽ നിങ്ങൾക്ക് ഇതിലും വലിയൊരു ഓഫർ വേറെ ഇല്ല. പനോരമിക് സൺറൂഫ്, ഏറ്റവും ടോപ്പ് എൻഡ് XX ഓപ്ഷന്, അത് 1.5 പെട്രോൾ ഓട്ടോമാറ്റിക് ടെർബോ ഇന്റർകൂളർ വരുന്ന വാഹനം. അതായത് സീറ്റിലടക്കം വെന്റിലേഷന്, അതായത് ഒരുപാട് ഫിറ്റിംഗ്സുകൾ ഉള്ള വരുന്ന വാഹനം. അന്ന് ഇറങ്ങിയ സമയത്ത്
ഷോറൂമിൽ ഇതിന് മുകളിലൊരു വാഹനം ഇല്ല. ഇത് ഏതാണ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വാഹനം, XX ഓപ്ഷൻ വരുന്ന ഈ വാഹനം തന്നെയാണ്. സീറ്റിൽ കമ്പനി ലെതറിങ് വരും, സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്ന 28ാം മാസം ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം. അതെ, K65 നമ്മളെ തിരുവരങ്ങാട് രജിസ്ട്രേഷൻ ആണ്. 2020 ആണ് മോഡല്. സിംഗിൾ ഓണർ ആണ്. മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ തട്ടുമുട്ടും അതൊക്കെ ഉണ്ടാവും. കമ്പനി കമ്പർട്ടുമർ ഇൻഷുറൻസ് ഇപ്പൊ ഉള്ള വണ്ടിയാണ്. ഈ മാസം ലാസ്റ്റ് ചെയ്യും. കസ്റ്റമർക്ക് നമുക്ക് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കാം. അതായത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, 4 പുത്തൻ ടയർ, കമ്പനി വാറണ്ടി, പുതിയ സർവീസ് കഴിഞ്ഞിട്ട് 1500 കിലോമീറ്ററിൽ കൂടുതൽ ഓടിയിട്ടില്ല. വണ്ടിയുമ്പോ ഒരു 100 രൂപ ചെലവാക്കാണ്ടെങ്കിൽ നമ്മൾ ചെയ്തണം കൊടുക്കും. നിങ്ങൾ പറഞ്ഞ് നമ്മളോട് കേൾക്കും. അത്രയും ക്വാളിറ്റി ഉള്ള വാഹനം നമുക്ക് 13,70,75,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാം. അതെ, ലോണാണ് മാക്സിമം അല്ലാന്നേ. ഐറ്റുള്ള കസ്റ്റമർ ആണെങ്കിൽ 15,80,000 വരെ നമുക്ക് ലോണാണ് പാസ്സാക്കി. ക്യാഷ് ബാക്ക് 2.25 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ ഈ വാഹനം കൊടുക്കാം. അതും ടോട്ടൽ ലോസ് ഇല്ല, ക്ലെയിം ഇല്ല, പുറത്തുനിന്നൊരു നെട്ട് പോലും ടൈറ്റ് ആക്കിയിട്ടില്ല. പിന്നെ EMI ആണെങ്കിലും എത്ര EMI പെർ ലാക്കിന് 2,199 EMI കൊടുക്കാൻ പറ്റും. പുതിയ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കേണ്ട അതേ EMI നമുക്ക് കൊടുക്കാൻ പറ്റും. സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ. അതെ, ഈ ആകെ സെക്കൻഡ് ഹാൻഡും പുതിയ നമ്മളുടെ വ്യത്യാസം ഇതിന് 7 കൊല്ലം പുതിയ കിട്ടും. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്കാണെങ്കിൽ 5 കൊല്ലം കിട്ടുള്ളൂ EMI. അത് മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ ഒന്നും വ്യത്യാസമില്ല. എന്തിനാ അത്ര വ്യത്യാസം വേണ്ട ആവശ്യമില്ല. 8 ലക്ഷം രൂപ വ്യത്യാസത്തിലാണ് വണ്ടി തരുന്നത്. പുതിയ വണ്ടി വാഹനം എടുക്കണമെങ്കിൽ 21,54 വലിയ വില ഉള്ള വണ്ടി നമ്മൾ 13,75,000 രൂപ കൊടുക്കുന്ന കസ്റ്റമർക്ക്. ഇതിലും വില കുറഞ്ഞിട്ട് കേരളത്തിൽ കിട്ടൂലെന്ന് ഗ്യാരണ്ടി. നിങ്ങൾ കമന്റ് ചെയ്ത് നമ്മൾ പറഞ്ഞത് അതേപോലെ 1,01,129 രൂപ. 1,200 ലക്ഷത്തിന് അതെ, നമുക്ക് നമ്മളെ പ്രൊഫൈൽ കറക്റ്റ് ആണ് കേട്ടോ. പ്രൊഫൈൽ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ വ്യത്യാസം വരും. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മൈലേജ് നമുക്ക് കമ്പനി പറയുന്നത് 17 കിലോമീറ്റർ ആണ്. ഞാൻ ഓടിച്ചു നോക്കിയപ്പോ ഈ വാഹനത്തിൽ 14.8 വരെ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് അതിന്റെ പൊസിഷനിലും ഇതിലൊക്കെ ആവുമ്പോ 7 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന DCT ഗിയർ ബോക്സ് ആണ്. ഏറ്റവും കൂടിയ ഗിയർ ബോക്സ് വരുന്ന വാഹനം, ഏറ്റവും കൂടിയ ഗിയർ ബോക്സ് ആണ്. അതെ അതെ, എന്തായാലും 15ന്റെ ഉള്ളിൽ പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് കൂടി അനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അടുത്ത വണ്ടി വീണ്ടും ക്രെറ്റല്ലേ? അതെ, 2015 ആണ് ക്രെറ്റന്റെ ഫസ്റ്റ് ജനറേഷന്, ആദ്യത്തെ വെർഷൻ. ഈ വണ്ടി കണ്ടാല് എല്ലാവരും ചോദിക്കുന്നത് 18 വണ്ടി ഇവിടെ ഉണ്ട്, അതിനേക്കാളും ക്വാളിറ്റി എന്താണെന്നാ ചോദിക്കുന്നത്. കാരണം ഇതിന് ഒരു 10,45,000 രൂപന്റെ സെറാമിക്കും മറ്റതും മറിച്ചതും ഒക്കെ ചെയ്തിരിക്കുന്ന കസ്റ്റമർ. അതാ അത്രയും ക്വാളിറ്റി. 4 കോണ്ടിനെന്റൽ പുത്തൻ ടയർ, കാണിച്ച വണ്ടിക്കും പുത്തൻ ടയർ, നൂല് പോലും പോകാത്ത പുത്തൻ ടയർ. ഇതിനും അതേപോലെ തന്നെ 4 പുതിയ ടയർ, അതും സെക്കൻഡ് ഓണർ ആട്ടത്. ഡീസൽ ആണ്, XX ഓപ്ഷൻ ആണ്, ഏറ്റവും ടോപ്പ് വേരിയന്റ്. 6 എയർ ബാഗ്, ബട്ടൺ സ്റ്റാർട്ട്, പ്രൊജക്ട് ഹെഡ്ലാമ്പ്, DRL, റണ്ണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി സീറ്റ് കവർ ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ പക്ക വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് ഇൻഷുറൻസ് ആണ് നോക്കുക. പുത്തൻ ഇൻഷുറൻസ് 4 പുത്തൻ ടയർ, അതും കമ്പനി സർവീസ് ഹിസ്റ്ററി ഫുള്ള്. ഷോറൂമിൽ നിന്ന് ഫുള്ള് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം. നമ്പർ മറിച്ചിട്ടില്ല, ഹിസ്റ്ററി ഒക്കെ എടുത്തോട്ടെ, എന്നിട്ട് പോന്നാ മതി. അതെ, 2015 ലാസ്റ്റ് 1.5 ഓടിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് ഓപ്ഷൻ വരുന്ന ഈ ഒരു വാഹനം ഓഫർ റേറ്റിന് 7 ലക്ഷം രൂപക്ക് ഈ വാഹനം കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് 1.6 XX ഓപ്ഷൻ വണ്ടി കിട്ടൂല. അത്ര ഗ്യാരണ്ടിയാണ്. അതും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ള വാഹനം. നിങ്ങൾക്ക് ഡീസലില് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, വെൽ മെയിൻറ്റൈൻഡ്. വണ്ടി കണ്ടാൽ ഒരു കസ്റ്റമർക്ക് കൊണ്ടാകാതെ പോകാൻ തോന്നൂല. അതെ അതെ, ലോണൊക്കെ 7 ലക്ഷം രൂപ ലോൺ കയറ്റും. അതെ, ക്യാഷ് ബാക്ക് കിട്ടൂല. കാരണം 15 ആണ് മോഡൽ. 15 വണ്ടികളാവുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 15 വണ്ടി പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ 5 കൊല്ലം കിട്ടൂല. 16 ആണെങ്കിൽ 5 വർഷം നമുക്ക് EMI കിട്ടും. വേറെ ബാങ്കുകൾ കിട്ടും, പക്ഷെ ഫിനാൻസുകൾ കിട്ടും. ഇൻട്രസ്റ്റിൽ വ്യത്യാസം വരും. നമ്മളെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞത് എത്രയാണ്? ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ആദ്യം കൊടുക്കാൻ നോക്കുക. അതിൽ കിട്ടിയിട്ടില്ലെങ്കിലാണ് നമ്മൾ അതിന്റെ താഴേക്കുള്ളതൊക്കെ ഞങ്ങൾ കൊടുക്കുള്ളൂ. കാരണം ഒരു കസ്റ്റമർക്ക് മാക്സിമം പറ്റിക്കപ്പെടുന്ന മേഖലയാണ് ഫിനാൻസ് മേഖലയാണ്. ഒരാൾക്കും ഐഡിയ ഇല്ലാന്നേ. നമുക്ക് അവര് പറയാ നിങ്ങൾക്ക് ഇത്ര ഉള്ളൂ,
നമ്മൾ കേൾക്കാണ് ബോധ്യപ്പെടുന്നില്ല. അതാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് ഫിനാൻസ് മേഖലയിലാണ്. അവരെ നമ്മൾ തിരുത്തെയ്തുകള് എല്ലാം പഠിച്ചിട്ട് നമ്മൾ വരികയാണ്. നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ മാത്രമേ വേറെ ഇതിൽ കൊടുക്കുള്ളൂ. പേടിക്കണ്ട, ധൈര്യപ്പെട്ടെടുക്കാൻ പറ്റുന്ന 7 ലക്ഷം രൂപയ്ക്ക് ക്രെറ്റ 1.6 XX ഓപ്ഷൻ വരുന്ന വണ്ടി കൊണ്ടുവന്ന് പോയിക്കോട്ടെ. അടുത്ത വണ്ടി റെനോൾട്ടിന്റെ ക്യാപ്ചർ ആണല്ലേ, നല്ല അടിപൊളി അഡ്വക്കറ്റിന്റെ ചിഹ്നം കണ്ടല്ലോ. നീളം വലിപ്പം വിസ്താരമൊക്കെ ഉള്ള വണ്ടി. ഒരു ഗെറ്റ് അഡ്വക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗെറ്റപ്പ് ആണ്. നമ്മൾ വണ്ടി എന്നിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കേസും തരണം ആ രീതിയിലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെയൊക്കെ നോക്കാം. നമുക്ക് ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഒരു എഞ്ചിനീയർമാരാണെങ്കിൽ ഒരു ഇറങ്ങുന്ന വാഹനങ്ങൾ, ഒരു വേഷവിധാനങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഒരു ബിൽഡിംഗ് സൈറ്റ് ഒക്കെ കൊടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഏത് മേഖലയിൽ പോയാലും. അപ്പൊ നമ്മളെ വാഹനം നമുക്കൊരു ഐഡന്റിറ്റി തന്നെയാണ്. ആ രീതിയിൽ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ക്ലീൻ വാഹനം. മിയാമിയ വാഹനം. അതായത് 2017 മോഡല്, 18 രജിസ്റ്റർ, ഓണർ സിംഗിൾ ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഈ വർഷം ലാസ്റ്റ് വരെ ഉണ്ട്. ടയറുമൊക്കെ നോക്കാൻ 4 പുത്തൻ ടയറുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, DRL, ഡയലൈറ്റ്, റണ്ണിംഗ് ലൈറ്റ്. ഇനി ഇതിന് ഒരു പറയാനില്ല, ഒന്നുമില്ല. എല്ലാം ഡുവൽ ടൂൺ കളർ വരെ കമ്പനി വരുന്നത്. ഒരു റീപ്ലേസ്, ഫ്ലഡ്, ആക്സിഡന്റ് ഉണ്ടെങ്കിൽ വണ്ടി നമ്മൾ പറഞ്ഞ മാതിരി കൊടുക്കും. അതെ, അതെ, നമുക്ക് ഒരു വാഹനം എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ ഒരു കുഴപ്പമില്ല. അതെ, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം, അതും സിംഗിൾ ഓണർ, കമ്പനി സർവീസ്. 1.25 ലക്ഷം കിലോമീറ്റർ ഓടിന്, ഡീസലിന് 20 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നുണ്ട്. 18 കൺഫേം ആയിട്ട് കിട്ടും. ഈ ഒരു വാഹനം നമുക്ക് 6,80,000 രൂപ കൊടുക്കാം. 6,80,000 നമുക്ക് വണ്ടി കൊടുക്കാം. ലോൺ ആണെങ്കിൽ 8,80,000 വരെ ലോണും ചെയ്യാം. 2 ലക്ഷം രൂപ ക്യാഷും ബാക്ക് ആയിട്ട് കൊണ്ടുപോയിട്ട് 2 മാസത്തിന് ഏത് വാഹനം വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഒരു സർവീസ് ചെയ്യാം. ഓയിൽ ഫിൽട്ടർ, എയർ ഫിൽട്ടർ, ഡീസൽ ഫിൽട്ടർ, എഞ്ചിൻ ഓയിൽ, 4 വീൽ അയച്ചിട്ട് ലൈനറുകൾ ചെക്ക് ചെയ്യാം. അതൊക്കെ ഒരു വണ്ടി എടുത്താൽ ഉടനെ ചെയ്യേണ്ടതാണ്. സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് ഉടനെ ചെയ്യും. ഫസ്റ്റ് വാങ്ങിയാലും സീറ്റ്, ഒരു ഫ്ലോർ മാറ്റ്, അങ്ങനെ ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങി നമുക്ക് റോട്ടുമകൾ എത്തുന്നതിന് മുമ്പ് 60,000 രൂപ കമ്പനികളും കെട്ടാതെ നമുക്ക് കഴിയൂല. കാരണം ആ രീതിയിലാണ് പുതിയ വണ്ടിന് വരുന്നത്. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിൽ 5 രൂപ 6 രൂപ നമ്മൾ ചെലവാക്കണം. അത് നമ്മൾ ഒരിക്കലും മാറ്റം വരുത്തത്. 2 കാര്യം കൂടി ഞാൻ പ്രത്യേകം ശ്രദ്ധപ്പെടുത്തണേ. റേഡിയേറ്ററിന്റെ വെള്ളം ഫുള്ളായിട്ട് ചോർത്തുക, എന്നിട്ട് പുതിയ കൂളന്റ് ഒഴിക്കുക. കൂളന്റ് മാത്രം ഒഴിക്കുക. 2ാമത്തെ കാര്യം, ബ്രേക്ക് ഫ്യൂല് നമ്മൾ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് 4 ഡിസ്ക് ഊരിയിട്ട് അതിന് ഉള്ള മൊത്തം ബ്രേക്ക് ഓയിൽ ഒഴിവാക്കിയിട്ട് പുതിയത് ഒഴിക്കുക. ഈ 2 കാര്യം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. അത് കൂട്ടത്തില് ഡീസൽ വണ്ടികളാണെങ്കിൽ ഒരു 1/4 ടാങ്ക് എണ്ണ എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടിറക്കുക. അങ്ങനെ ചെയ്താലേ നമുക്ക് ഇപ്പൊ വരുന്ന ഫ്യൂൽ ഇഞ്ചക്ഷനൊക്കെ കറക്റ്റ് വർക്കിങ്ങൾ വരുള്ളൂ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഇതൊക്കെ നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കേസാണ്, പറഞ്ഞു. അതെ, അപ്പൊ 6,80,000 വണ്ടി വില, 8,80,000 ലോൺ 2 ലക്ഷം ക്യാഷ് ബാക്ക് അടിച്ചു പൊളിച്ചോളി. അടുത്ത വണ്ടി ജീപ്പ് കോമ്പസ് ആണ്, ഒരു അമേരിക്കക്കാരല്ലേ? അതെ, അതാണ് 2017 ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ വരുന്നതാണ്. ലോഞ്ചിറ്റ്യൂഡ് ഓപ്ഷൻ അല്ലേ? അതായത് ലിമിറ്റഡ് ആണ് ഇതിന്റെ ഫുൾ ഓപ്ഷന്. റെഡ് കളർ ആണ് ഇതിൽ കൂടുതൽ ആളുകൾ എൻക്വയറി ഉള്ളത്. നമ്മളെടുത്തുണ്ട്. ഇത് വാഹനം 2017 ലാസ്റ്റ്, സെക്കൻഡ് ഓണർഷിപ്പ്, A to Z ഷോറൂമിൽ നിന്ന് സർവീസ്, ഒരു ക്ലെയിമും റീപ്ലേസും ആക്സിഡന്റ് ഒന്നുമില്ല, ഗ്യാരണ്ടി. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, 1,09,000 കിലോമീറ്റർ, 1.10 അകത്തേ ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി സർവീസ് ഉണ്ട്. അത്യാവശ്യം ഫാൻസി നമ്പർ. വണ്ടി പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS, അതുപോലെ തന്നെ മിറർ ഫോൾഡിങ്, ഇൻഡിക്കേറ്റർ, അലോയ്, പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഇന്റീരിയർ ഒക്കെ കാണുക. വണ്ടി ഒരു 10,000 കിലോമീറ്റർ വണ്ടിൻ്റെ ഉള്ളിൽ കയറിയ പോലെയാണ്. നമ്മൾ ക്ലീൻ ചെയ്തതല്ല. ഡോക്ടറിന്റെ നമ്മളൊന്നും നോക്കേ വേണ്ട. ഡോക്ടർ ആണെങ്കിലും അല്ലെ, നമ്മൾ എടുത്തിട്ട് ക്ലീൻ ചെയ്തതല്ല. അത് അതേ കണ്ടീഷനിൽ ഉപയോഗിച്ചിരുന്ന ഒരു പാർട്ടി. അതെ, 59 ഇൻഷുറൻസ് ഇപ്പൊ നിലവിലുള്ള വാഹനം. 59 ഫസ്റ്റ് ക്ലാസ്സും കൂടി അല്ല. ഫസ്റ്റ് ക്ലാസ് എന്താണ്, 59 എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊരു കാര്യം പറഞ്ഞുതരാം. 59 പറഞ്ഞാല് ഡിപ്രിസിയേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ പമ്പറിന് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ 50%
നമ്മൾ പൈസ കൊടുക്കണം, 50% ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുക്കും. അങ്ങനെയാണ്. ഈ ഹെഡ്ലൈറ്റിനാണെങ്കിൽ ഒരു 70% നമ്മൾ കമ്പനി പൈസ തരും, 30% നമ്മൾ കൊടുക്കണം. ഗ്ലാസ്സിനാണെങ്കിൽ ഫുള്ള് കിട്ടും. അതാണ് ഈ പമ്പർ ഫസ്റ്റ് ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് പമ്പർ എന്ന് അറിയാത്തവർക്കാണ്, അറിഞ്ഞവർക്ക് ഇത് ഒന്ന് നമ്മള് പറഞ്ഞോളൂ. ഇതാണ് കാര്യം. വണ്ടി വെൽ മെയിൻറ്റൈൻഡ്, 20 കിലോമീറ്ററിന്റെ അല്ല 15 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. 2.0 ലിറ്റർ വരുന്ന എഞ്ചിനാണ്, ഡീസലില്. ബാറ്ററി പുത്തൻ ബാറ്ററിയാണ്. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് അല്ല, പമ്പർ ആണ്. 17 ലാസ്റ്റ് ഈ ഒരു വാഹനം നമ്മൾ 11:45 ചോദിച്ചിട്ടുള്ളത്. 11:30 ഈ വാഹനം കൊടുക്കാം. 11:30 ഈ വാഹനം കൊടുക്കാൻ പറ്റും. കസ്റ്റമർ ഡയറക്റ്റ് വന്നോട്ടെ, വണ്ടി പറ്റാതെ നിങ്ങൾ പോകൂല. വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണ്. അതും എല്ലാ വണ്ടിയും കേരള വണ്ടി കേട്ടോ. നമ്മൾ വേറെ ഉണ്ട്. നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുള്ള് ലോൺ കയറും. 11 ഈ വാഹനത്തെ എടുക്കുമ്പോ IT നമ്മൾക്ക് നിർബന്ധമാണ്. 10 ലക്ഷത്തിന്റെ മുകളിൽ മേപ്പെട്ടാവുമ്പോ. അതൊക്കെ നമ്മളെ ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടണമെങ്കിൽ 10ന്റെ മുകൾക്ക് IT നിർബന്ധമാണ്. അല്ലെങ്കിൽ 9.99 വരെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു IT ആയിട്ട് ആവശ്യമില്ല, ഇൻകം ടാക്സ് വരേണ്ട ആവശ്യമില്ല. 10 ലക്ഷത്തിന്റെ മുകളിൽ ഇടപാട് ഇപ്പൊ കേരളത്തിലല്ല ഇന്ത്യയിൽ നടക്കണമെങ്കിൽ IT നിർബന്ധമാണ്. ചില ബാങ്കുകൾക്ക് IT 15 ലക്ഷത്തിന്റെ താഴെ മതി. പല ഇതുണ്ട്. അപ്പൊ വ്യത്യാസങ്ങൾ അതിലുണ്ടാവും. ഞങ്ങൾ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ചെയ്യുമ്പോൾ IT വേണം, എന്തെങ്കിലും ഒരു ഇൻകം പ്രൂഫ് അവർക്ക് വേണം. എങ്കിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വാഹനം നല്ല വെൽ മെയിൻറ്റൈൻഡ് നിങ്ങൾക്ക് ധൈര്യപ്പെട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഈ വാഹനങ്ങൾ മൊത്തം കൊടുക്കാല്ലേ. അടുത്ത വണ്ടി നല്ല അടിപൊളി ടയോട്ടന്റെ ബ്രസമാരുള്ള അർബൻ ക്രൂയിസർ. അതെ, 2021 12 മാസം 27 ഇറങ്ങി. അതായത് ന്യൂ ഇയറിന് 2 ദിവസത്തെ വ്യത്യാസമുള്ളൂ. ഈ വാഹനം 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ വാഹനം അന്ന് ഇറക്കിയപ്പോ 14 ലക്ഷത്തി സംതിങ് രൂപ ഈ മറ്റേ ബില്ല് വിലയുള്ള വാഹനം, ഓൺ ദ റോഡ് പ്രൈസ് ഉള്ള വാഹനം. ഏറ്റവും ടോപ്പ് എൻഡ് പ്രീമിയം പ്ലസ് ഡുവൽ ടൂൺ കളർ വരുന്ന വാഹനം. ഇതിന് മോൾക്ക് ഇനി ഫിറ്റിംഗ്സ് ഒന്നും ചെയ്യണ്ട. അടിപൊളി ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. പിന്നെ 23,000 ഓടിയ ടയറിന്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡോർ കമ്പനിയിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ടൊയോട്ടന്റെ വാഹനമാണ്, ഒരു പേടിയില്ല, ധൈര്യപ്പെട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വാഹനം. 2003 നമ്പറും ഫാൻസിയാണ്. ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷന്, GPS, അതുപോലെ തന്നെ പ്രൊജക്ടർ ലാമ്പ്, DRL, ഫോഗ് ലാമ്പ് ഒക്കെ അത്യാവശ്യം നല്ല 7,000 രൂപന്റെ മുകളിൽ വിലയുള്ള ഫോഗ് ലാമ്പ് ഒക്കെയാണ്. ഫ്രണ്ടിൽ വരെ അവര് സെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി വാഹനം. ഓഫർ റേറ്റിന് ഈ ഒരു വാഹനം നമുക്ക് 9.25 രൂപക്ക് കൊടുക്കാൻ പറ്റും. 9.25 ലക്ഷം രൂപ കസ്റ്റമർക്ക് കൊടുക്കാം. പിന്നെ കസ്റ്റമർ പേടിയേ വേണ്ട. മൊത്തം വണ്ടി നിങ്ങൾക്ക് 10 ലക്ഷം ക്വാളിറ്റിയിൽ വാഹനം കൊടുക്കാം. പോളിഷ് ചെയ്തിട്ടില്ല, പോളിഷ് കൂടി ചെയ്താൽ കണ്ണാടിച്ചില് മാറി അത്രയും ക്ലീൻ ആണ് വാഹനം. അതെ, അത്ര ക്ലീൻ ആണ് വാഹനം. വണ്ടി നല്ല വെൽ മെയിൻറ്റൈൻഡ് വാഹനം. ഒരു പണി നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. വണ്ടി എടുക്കുക, ഓടുക, അത്രയും ക്ലീൻ ഉള്ള വാഹനം. ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. 3D മാറ്റ്, 5D മാറ്റ് കാര്യം, അങ്ങനെ ഒരുപാട് ഫിറ്റിംഗ്സ്. അതാണ് നമ്മൾ പറയാത്തത്. ലാഗ് ആക്കണ്ട. നമുക്ക് ഈ വാഹനം 9.25 കൊടുക്കാം. നല്ലൊരു ഓഫർ റേറ്റ് ആണ്. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. മുടക്കേണ്ട ആവശ്യമില്ല കസ്റ്റമർക്ക്. ആ കമ്പനി വാറണ്ടി കിടക്കുന്ന വണ്ടിയല്ലേ, പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പെട്രോൾ ആണ്. 1.5 ആണ് എഞ്ചിൻ വരിക. പെട്രോൾ ആണ്. കമ്പനി പറയുന്ന മൈലേജ് 17-18 ഒക്കെ ഉണ്ട്. ഒരു 15 കിലോമീറ്ററിന്റെ ലെവലിൽ മൈലേജ് കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടും. 15-നേക്കാളും മൈലേജ് കിട്ടുന്നുണ്ട്. കാരണം നമ്മള് പേഴ്സണലായിട്ട് ഓടിച്ചു വന്നപ്പോ പിന്നെ നമ്മൾ ഡ്രൈവിംഗ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ മൈലേജ് കൂടുതലും കിട്ടുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കാം. അടുത്ത വണ്ടി ടയോട്ടന്റെ ഗ്ലാൻസ് അല്ലേ? അർബൻ ക്രൂസർ ഉണ്ട്, ഗ്ലാൻസ് ഉണ്ട്, മാരുതിന്റെ ബ്രസ് ഉണ്ട്, മാരുതിന്റെ ബലേനോ ഉണ്ട്. എല്ലാ മോഡലും ഉണ്ട്. അതും ഒരു വണ്ടിയും ലോ ഓപ്ഷൻ അല്ല, ഒക്കെ ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ മാത്രമേ വാഹനം. ഇത് V ആണ് ഓപ്ഷന്. 19 ലാസ്റ്റ് ആണ് മോഡല്. 20 ഈ വർഷം ലാസ്റ്റ് വരെ കമ്പനി വാറണ്ടി ഉണ്ട്. ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഗ്യാരണ്ടി ആണ്. ഏറ്റവും ടോപ്പിന്റെ ആകുമ്പോൾ നമ്മൾ ഒന്നും പറയാനില്ല. ഫുൾ ഓപ്ഷൻ ആണ്. ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS, നല്ല അടിപൊളി സീറ്റ് കവർ. ടയർ കണ്ടീഷൻ ഒരു 85% മുകളിൽ ടയർ ഉണ്ട്. ഇൻഷുറൻസ് നമ്മൾ പുതിയ എടുത്തു കൊടുക്കും. സർവീസ് ബുക്ക്, സഞ്ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഈ 2,20,000 കിലോമീറ്റർ വരെ കമ്പനി തന്നെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. വാറണ്ടി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ്. ഈ വാഹനം നമുക്ക് 7,20,000 നമ്മൾ പറഞ്ഞത് 7 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 20,000 കസ്റ്റമർ ഈ ഓണം അടിച്ചു പൊളിക്കണം. 7,25,000 ലോണും കിട്ടും. ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. അതായത് വണ്ടി നല്ല വെൽ മെയിൻറ്റൈൻഡ് വാഹനം, മഴ പെയ്യാണ് പെട്ടെന്ന് കാര്യങ്ങൾ കഴിച്ചു പോകും. അടുത്ത വണ്ടി ഹോണ്ട നല്ല അടിപൊളി എക്സ്യൂവി ആണല്ലേ, WRV വാഹനം. 6.5 ലക്ഷം രൂപയ്ക്ക് WRV കേരള വണ്ടി സിംഗിൾ ഓണർ തപ്പി നടക്കുന്ന ആളുകൾക്ക് സിംഗിൾ ഓണർ ഡീസൽ SMT ഈ 1.5 ലക്ഷം കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി, 4 പുത്തൻ ടയർ, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ടച്ച് സ്ക്രീൻ, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിമേ വേറെ മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ബ്ലഡ് കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. KL 33 നല്ല നമ്പറുമാണ്, ഫാൻസി നമ്പറുണ്ട്. ഈ വാഹനം നമുക്ക് 6.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 24 കിലോമീറ്റർ ആണ് ഇതിന്റെ മൈലേജ്. അടിപൊളി മഴ പെയ്യണായതുകൊണ്ടാണ് പേടിക്കേണ്ട ആവശ്യമില്ല. ഡീസലിന് മൈലേജ് 24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു നല്ല അടിപൊളി 5 സീറ്റ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 17 ലാസ്റ്റ് സിംഗിൾ ഓണർ. 17 ലാസ്റ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ്. അതെ, ഫുൾ പക്ക വാഹനം. ചോദിക്കുന്ന 6.5 ലക്ഷം രൂപ കസ്റ്റമർക്ക് കൊടുക്കട്ടെ, കൊണ്ടുപോയി ഉപയോഗിക്കട്ടെ. ഈ ഓണൊക്കെ നല്ല അടിച്ചു പൊളിക്കട്ടെ. ഫുള്ള് ലോണും കയറ്റി. അതെ. അടുത്ത വണ്ടി ഡസ്റ്റർ, നല്ല അടിപൊളി ഡസ്റ്റർ അല്ലേ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓണർ സിംഗിൾ ആണ്. ടയർ 50% ഉള്ളൂ. അത് മൈനസ് ആദ്യം പറയാം, പിന്നെ അതൊരു കസ്റ്റമർക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ആദ്യം മൈനസ് കസ്റ്റമർക്ക്. അല്ല, യൂസ്ഡ് വണ്ടി എടുക്കുമ്പോ ആരും ഇത് നല്ല വണ്ടിയാണ്, അതായത് നിങ്ങൾ പറഞ്ഞത്ര 10 രൂപ ആരും തരാൻ നിൽക്കലില്ല. എല്ലാരും മൈനസ് ആദ്യം നോക്കുക. കസ്റ്റമർക്ക് മൈനസ് ആദ്യം പറഞ്ഞു കൊടുക്കുക. 50% ടയർ ഉള്ളൂ. റീപ്ലേസ് വണ്ടിമല്ല. ഓണർ സിംഗിൾ ആണ്. 17 ലാസ്റ്റ് ആണ് മോഡല്. എത്തും. ആ നമ്പറും കുഴപ്പമില്ലാത്തൊരു ഫാൻസി നമ്പറാണ്. 31 33. അതെ. 2017 ഓട്ടോമാറ്റിക് RXZ ഡീസല് വണ്ടി. നമുക്ക് 16 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന 1.5 വരുന്ന എഞ്ചിൻ ഡീസലാണ് ഈ വാഹനം. ഒരു കസ്റ്റമർക്ക് ഡീസലില് ഓട്ടോമാറ്റിക്കലി നല്ല പെർഫോമൻസും മൈലേജും ഒരുമിച്ച് കിട്ടുന്ന ഒരു വാഹനം. രണ്ടും ഒരേമാതിരി കിട്ടും. അത് ഓപ്ഷൻ ഫുൾ ആണ്. RXS അല്ല, RXL അല്ല, RXE അല്ല, RXZ ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഇല്ല, സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്, ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, 1.25 ഓടിയിട്ടുണ്ട്, ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ട്, പുതിയ ഇൻഷുറൻസും ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ആണ്, 8 ലക്ഷം IDV ഉണ്ട്. ഈ കസ്റ്റമർക്ക് ഈ വാഹനം 7,25,000 രൂപയ്ക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. 8 ലക്ഷം വരെ കസ്റ്റമർക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 8-8.25 ചെയ്ത് കൊടുക്കാം. നിങ്ങളെ പ്രൊഫൈൽ മാക്സിമം ലോൺ 1 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ആണ് ഈ വണ്ടിമേ. വണ്ടി കസ്റ്റമർ എടുക്കുകയാണെങ്കിൽ 1,750,000 മുകളിൽ സിബില് വേണം. അതൊക്കെ നമ്മൾ പറയുന്നത്. ഈ 1 ലക്ഷത്തിന് EMI കേരളത്തിൽ ഇല്ലാത്തൊരു റേറ്റ് നമ്മൾ കൊടുക്കും ചെയ്യും. ഇതേ റേറ്റ് അതായത് പെർ ലാക്കിന് 2,199 രൂപ EMI നിങ്ങൾക്ക് വേറൊരു ഭാഗത്ത് നിങ്ങൾക്ക് ലോണ് തരുന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഞാൻ നിർത്തും. അത്ര ഗ്യാരണ്ടിയിലാണ് കൊടുക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ട് സിബിലുള്ള ആളെ പറ്റിയായിട്ട് പറഞ്ഞത്, അല്ലാത്തവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം വരും. അതെ. അടുത്ത വണ്ടി കിയ സോണറ്റ് 2-3 ഉണ്ട്. അതെ. അപ്പൊ എങ്ങനെ മോഡൽ? കിയ സോണറ്റ് 20 ലാസ്റ്റ് സിംഗിൾ ഓണർ. 60ന്റെ ഒക്കെ സർവീസ് കഴിഞ്ഞ് 70ന്റെ സർവീസിന് ആയിട്ടുണ്ട്. ടയർ 4 പുതിയത്, കരിമ്പുത്തൻ ടയർ. ഒരു ഡോറ് കമ്പനിന്ന് റീപ്ലേസ് ഉണ്ട്. ഷോറൂമിൽ നിന്നാണ് ഹിസ്റ്ററി. അതായത് വാറണ്ടി ഉള്ള സമയത്ത് വണ്ടി പുറത്ത് കൊണ്ടുപോയി പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലെയിമും കിട്ടൂല. ചെറിയ ഈ കമ്പനിന്നാവുമ്പോ ചെറിയ സ്ക്രാച്ച് വന്നാലേ അവർ മാറ്റി ചെയ്യുള്ളൂ. അവർക്ക് അത് നിലക്കം നിർത്തി പുട്ടിട്ട് പെയിന്റ് ചെയ്യുന്ന വരെ കമ്പനിയിൽ ഇല്ല. ആ ലാബില് കമ്പനിയിൽ ഇല്ല. നമുക്കത് ആ വണ്ടി ഒന്ന് തട്ടിയാൽ നേരും, ഒന്ന് പുട്ടിട്ട് പെയിന്റ് അടിച്ചാൽ ക്ലിയർ ആവുന്ന കേസ് കമ്പനിയിൽ പോകുമ്പോ അത് മാറ്റും, പുതിയതാണ് വെക്കും. ആ രീതിയിൽ വെച്ചതാണ്. ഗ്ലാസ് ഒന്നും മാറിയില്ല. കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എടുത്താലും മതി. KL 35 പാലാ രജിസ്ട്രേഷൻ ആണ്. ഡീസലിന് 20ന്റെ മുകളിൽ മൈലേജും ഉണ്ട്. സൺറൂഫ് മേലെ ഓട്ടുള്ള വണ്ടിയാണ്. ഈ കസ്റ്റമർക്ക് എല്ലാവർക്കും സൺറൂഫുള്ള വണ്ടിയാണ് നമുക്ക് താല്പര്യമുള്ളത്. അപ്പൊ ആ ഒരു വാഹനം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. 10.5 ചോദിക്കുന്നത്. ഫൈനലി ഞാൻ പറയട്ടെ, 10 റുപ്യ കൊടുക്കും. 50,000 കുറച്ച് ഈ പെരുന്നാൾ ഈ
ഈ മഴക്കാലം അടിച്ച് പൊളിക്കട്ടെ. അതാറുണ്ട് നല്ല കസ്റ്റമർക്ക് ഇനി വണ്ടി ഇല്ലാതെ മഴ കൊള്ളാതെ പോകണ്ട. വണ്ടി മഴ കൊള്ളാതെ പോകാം, മഴ കൊള്ളാതെ പോകാം. മഴ കൊള്ളാതെ പോകാം. കസ്റ്റമർ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. 50,000 കമ്പനി തരാണ്. വണ്ടി കൊണ്ടുപോട്ടെ, കസ്റ്റമർക്ക് അത് കൊണ്ടുപോയിക്കോട്ടെ, അവർ ഉപയോഗിക്കട്ടെ. ലോൺ മാക്സിമം ലോണല്ലേ? ഒരു 9 ലക്ഷത്തിന്റെ മുകളിൽ ലോൺ വാങ്ങി. മാക്സിമം ലോൺ മാക്സിമം ലോൺ ചെറിയ മുടക്കില് ഇതിന്റെ മേലാണ് മാക്സിമം ഫുൾ ലോൺ കയറും. ഇനി EMI കണക്കൂട്ടിക്കോളി. 1,00,000 2,199. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ കേട്ടോ. നല്ല ബാങ്കിങ്ങും പ്രൊഫൈലും ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് നമുക്ക് ഈ വാഹനം ഇറക്കാം. പുതിയ വണ്ടി ഇറക്കുന്ന അതേ റേറ്റ് ഇൻട്രസ്റ്റില്, അതേ റേറ്റിലാണ് കൊടുക്കാൻ പറ്റും. അടുത്ത വണ്ടി വീണ്ടും വീണ്ടും കിയ സോണറ്റ്. അതെ, 20 മോഡല് 21 റേസർ. ഇത് 7.5 ലക്ഷം റുപ്യക്ക് ഈ വാഹനം കൊടുക്കാം. കസ്റ്റമർക്ക് കിയ ആണെങ്കിൽ കിയ കൊടുക്കണം. ഏത് വണ്ടിയാണ് നമ്മളടുത്ത് ചോദിക്കുന്നത്, അവർക്ക് ആ വണ്ടി പറ്റിയെങ്കിൽ പിന്നെ നമ്മൾ വിലമോ നോക്കൂല, അത് കൊടുക്കും. വണ്ടി കസ്റ്റമർക്ക് പറ്റിയെങ്കിൽ നമ്മൾ എന്തിനാ പിന്നെ വരുന്നത്? ഈ വണ്ടികളൊക്കെ ഇവിടെ കടക്കുന്ന വണ്ടികളൊക്കെ ഇതേപോലെ ഒരാളെ കയ്യിൽ നിന്ന് എടുത്ത് വരുന്ന വണ്ടികളാണല്ലോ ഷോറൂമിൽ നിന്ന്. ധൈര്യപ്പെട്ട് കൊണ്ടുപോട്ടെ കസ്റ്റമർ. വെൽ മെയിൻറ്റൈൻഡ്. KL11 ആണ്. പെട്രോൾ ആട്ടത്. ഇത് ഡീസലാണ്, ഇത് പെട്രോൾ ആണ്. പെട്രോൾ ഉണ്ട്, ഡീസൽ. കാരണം ലോങ്ങില് നിർത്തിയിടാൻ പറ്റൂല ഡീസൽ. അതായത് മാസങ്ങളോളം കണ്ടിന്യൂ ആയിട്ട് നിർത്തിയിട്ടുള്ള വണ്ടികൾ ഏറ്റവും നല്ലത് പെട്രോൾ ആണ്. അപ്പൊ അതിമ വരാല്ല. ഡീസൽ വണ്ടി കൂടുതൽ നിർത്തിയിട്ട് കഴിഞ്ഞാല് പമ്പ് നോസിലൊക്കെ ഡീസൽ പമ്പ് ചെയ്യുമ്പോഴാണ് അതിന്റെ കറക്റ്റ് വേരിയേഷൻ കിട്ടുള്ളൂ. ആ വേരിയേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരും. അപ്പൊ ഡീസൽ വണ്ടികൾ അതാണ് ഓട്ടങ്ങളൊരു ഡെയിലി ഒരു 30 കിലോമീറ്റർ ഓടുണ്ട്, ഒരു 25 കിലോമീറ്റർ ഓടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പെട്രോൾ വണ്ടി എടുക്കലല്ല, ഡീസൽ വണ്ടിയാണ് നല്ലത്. കാരണം ഹൈബ്രിഡ് വണ്ടികൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഹൈബ്രിഡ് വണ്ടി എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. എടുക്കണം കുഴപ്പമില്ല. കമ്പനി വാറണ്ടി ഇല്ലെങ്കിൽ നമുക്ക് എർട്ടിക്ക ഹൈബ്രിഡ് നമ്മളെ കൂട്ടുകാരൻ എടുത്താണ്, അതിന് വാറണ്ടി നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ ബാറ്ററിക്ക് വന്നത് 70,000 രൂപ ഒരു ബാറ്ററിക്ക്. അപ്പൊ നമ്മളെ ശ്രദ്ധിക്കണം. ഹൈബ്രിഡ് മെച്ചാണ് നമുക്ക്, മൈലേജും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതിന്റെ എക്സ്പെൻസ് നമ്മൾ കണക്ക് കൂട്ടണം. അത് അറിയാതെ പോയിക്കാണ്ട് 10,000-2,000 രൂപ 5,000 രൂപയ്ക്ക് ബാറ്ററി കിട്ടുമല്ലോ, 10,000-നുള്ളിൽ തീരുവല്ലോ എന്ന് കരുതിയാണ് വെച്ചാൽ നിൽക്കണ്ട. എർട്ടിക്കന്റെ ബാറ്ററിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് 70,000 രൂപ. 2.5 ലക്ഷം 3 ലക്ഷം ഒക്കെ ബാറ്ററിക്ക് വിലയുള്ള വാഹനങ്ങൾ ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വണ്ടിയുടെ വിലക്കനുസരിച്ച് സർവീസിനും കോസ്റ്റ് വരും, മനസ്സിലാക്കുക. ഇത് എത്ര ഓടിക്കുന്നത്? ഇത് 70-something കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇൻഷുറൻസ് ഇപ്പൊ ലാസ്റ്റ് വരെ ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ആണ്. ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി വാഹനമാണ്. KL11 ആകുമ്പോ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ വണ്ടി കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോന്നാൽ മതി. 7.5 ലക്ഷം റുപ്യക്ക് ഈ വാഹനം കൊടുക്കാം. ടോട്ടൽ ലോസ് ഫ്ലഡ് ഗ്യാരണ്ടി കൊടുക്കും. അതെ, ഫുള്ള് ലോണും കയറ്റി കൊടുക്കാം. ഫുള്ള് ലോൺ കയറില്ല, ഒരു 6.25 ലക്ഷം വരെ ലോൺ കയറും. 6.25 ലക്ഷം വരെ മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. ഒരു 75,000 രൂപ ഉണ്ടെങ്കിൽ കിയ സോണറ്റിനെ കൊണ്ടുപോകാം. അടുത്ത വണ്ടി നല്ല അടിപൊളി ഡസ്റ്റർ ആണ്. കോഫി കളർ ആണ് അല്ലേ? അതെ. എങ്ങനെ മോഡലുണ്ട്? ഈ മാനുവൽ ആണ്. മാനുവൽ നമ്മൾ എടുക്കുമ്പോ ഏറ്റവും കൂടുതൽ എടുക്കും 1 ടൺ എടുക്കൂല. മാനുവലിൽ 1 ടൺ കംപ്ലൈന്റ് ആണ്, എടുക്കൂല. ഇത് നമ്മളടുത്ത് 3 വണ്ടി ഉണ്ട്. 3 നല്ല പക്കാ നീറ്റ് കണ്ടീഷനുള്ള 85 ആണ്. 85 എന്താണ് 1 ടൺ ചോദിക്കുന്ന ആളുകൾക്ക് എഞ്ചിന്റെ പവർ സൈസ് ആണ് 85 bhp 1 ടൺ bhp എന്ന് പറയുന്നത്. ഇത് വണ്ടി 15 ആണ് മോഡല്. 15 തന്നെ ലാസ്റ്റ് ആണ്. എയർ ബാഗ് വരുന്ന ടൈപ്പ് വരുന്ന ഡ്രൈവർക്ക് മാത്രം എയർ ബാഗ് വരുന്ന വാഹനമാണ്. RX L ആണ് ഓപ്ഷന്. 85 ആണ്. എയർ ബാഗ്, ABS, അലോയ് കമ്പനി കണ്ടതിന് അത് ഒഴിവാക്കിയിട്ട് നല്ല അടിപൊളി വീലും 4 പുത്തൻ ടയറും 24 ഡേറ്റ് ഉള്ള ടയറാണ്. പുതിയ ടയർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ആണ്. ഇപ്പൊ അടുത്ത കൊല്ലം 3-ാം മാസം 4-ാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട്. അത് നമുക്ക് 5.5 ലക്ഷം IDV ഉണ്ട് വണ്ടിക്ക്. റീപ്ലേസ്, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 1.25 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ നിലവിൽ വണ്ടിയിലുണ്ട്. ഈ കോഫി കളർ വണ്ടി അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട്. മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഒരു ആംബിയൻസ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചാൽ വണ്ടിന്റെ രൂപം മാറും.
വെറൈറ്റി ആവും. ഈ വാഹനം നമുക്ക് 5.5 ചോദിക്കുന്നത് 5.30 നമുക്ക് ഫൈനൽ കൊടുക്കും. 5 വെച്ചാണ്ട് ഏകദേശം 10,25,000 കുറച്ചിട്ട് 5.30 ഈ വാഹനം കൊടുക്കാം. അതെ, അത്ര ഗ്യാരണ്ടി വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. കസ്റ്റമർ വന്നോട്ടെ, വണ്ടി ചെക്ക് ചെയ്തോട്ടെ, റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. അടിപൊളി വാഹനം. ഈ വണ്ടിയാകുമ്പോ എന്താണ് കംപ്ലൈന്റ് ചോദിക്കുന്ന ആളുകളുണ്ട്. വണ്ടിന്റെ വണ്ടിയിൽ എല്ലാത്തിനും കംപ്ലൈന്റ് ഇല്ല, പക്ഷെ പൊതുവെ വരുന്ന കംപ്ലൈന്റ് ഇഞ്ചക്ടർ കംപ്ലൈന്റ്, നോസിൽ ഇഞ്ചക്ടർ വരുന്ന കംപ്ലൈന്റ്, പമ്പിന് കംപ്ലൈന്റ് വരുന്നുണ്ട്, ക്ലച്ചിന് ടൈറ്റ് വരും, ഗിയർ ടൈറ്റ് വരും, സ്റ്റാരിങ് ടൈറ്റ് വരും. അങ്ങനെ 5 ചെറിയ കംപ്ലൈന്റുകളാണ്. കസ്റ്റമർ നിർബന്ധം പറയുകയാണെങ്കിൽ കസ്റ്റമർക്ക് ഡയറക്റ്റ് എടുത്ത് കൊടുക്കും. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് കാര്യങ്ങൾ ഇതിന് ഫുള്ള് ലോൺ കയറ്റി കൊടുക്കും. അടുത്ത വണ്ടി നല്ല അടിപൊളി മിയാമിയ വണ്ടിയിലെ ഫോർച്യൂണർ ഓട്ടോമാറ്റിക്കലി 13 ലാസ്റ്റ് മോഡല്. 13 തന്നെ 2 ടൈപ്പ് എഞ്ചിൻ വരുന്നുണ്ട്. ഗിയർ ബോക്സ് വരുന്നുണ്ട്, 5 സ്പീഡും 4 സ്പീഡും. മൈലേജിൽ മാറ്റം വരും, ഗിയർ ഷിഫ്റ്റിംഗിൽ മാറ്റം വരും. ഇത് 5 സ്പീഡ് മൈലേജ് കൂടിയ ഓട്ടോമാറ്റിക് വരുന്ന വാഹനമാണ്. 4x4 അല്ല, 4x2 ഓട്ടോമാറ്റിക്. 2 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കലി 13 ലാസ്റ്റ്. മേജർ ആക്സിഡന്റും കാര്യങ്ങളും കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി. അതായത് 5, 10, 15, 20, 25, 30, 40, 50, 60 1,82,000 കിലോമീറ്റർ നില ഓടിയുണ്ട്. 1,82 കമ്പനി ഹിസ്റ്ററി ഉണ്ട്. അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. 10 ചാവി ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്, 3 ചാവി ഉണ്ട്, സർവീസ് ബുക്ക് ഉണ്ട്, ഹിസ്റ്ററി മൊത്തം ഷോറൂമിലുണ്ട്, നമ്പർ മറച്ചിട്ടില്ല. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കണം കസ്റ്റമർക്ക്, എടുത്തു കൊടുക്കും. ഇപ്പൊ നിലവിൽ തേർഡ് ഓണർഷിപ്പ് ആണ്. നമ്മളെ പേരിലോട്ട് മാറ്റാതെ ഈ കസ്റ്റമർ വണ്ടി തരുന്നില്ല, അതുകൊണ്ട് മാറ്റാൻ കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള ഓപ്ഷൻ ഒരു RTOന്റെ അടുത്ത ആളാ, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. പെട്ടെന്ന് ഉണ്ടാക്കി തരണമെന്ന് പറയുന്നത്. കാരണം വണ്ടി എനിക്ക് ചില വണ്ടികൾ നമ്മള് കസ്റ്റമർ ഇതാവുമ്പോഴേ നമുക്ക് മാറ്റാം, പുതിയ RC ആയിട്ട് കിട്ടും. അതായത് ഈ RTO ഇപ്പൊ യാസിൻ ഭായിന്റെ അമ്മോനൊരു RTO ആണെങ്കിൽ ഒരിക്കലും നിങ്ങളെ വണ്ടി കൈമാറാതെ കൊടുക്കൂലോ. പിന്നെ നമ്മളെന്ത് ചെയ്യാം, അപ്പൊ ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ആളുകൾക്ക് ലോണും കാര്യങ്ങളൊക്കെ കയറുന്നുണ്ട്. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. ടയർ ഭാഗം 3 ഓക്കെയാണ്, 2 60% ഉണ്ട്. റീപ്ലേസ് വണ്ടിയല്ല, ആക്സിഡന്റ് ഇല്ല, ടോട്ടൽ ലോസ് ഇല്ല, ഫ്ലഡ് ഇല്ല. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 20 റീ ആയതാ. 4 കൊല്ലം നാട്ടിൽ ഓടി. 19 അവരിന്ന് വണ്ടി കൊടുത്തിട്ട് 20 നമ്പർ ആയിട്ടുണ്ട്. അന്ന് നമ്പർ ആക്കാൻ 3 ലക്ഷത്തിനടുത്ത് ചെലവുണ്ട് ഈ വണ്ടിക്ക് നമ്പർ ആക്കാൻ. ഇന്ന് 13.5 നമ്മൾ പറഞ്ഞിട്ടുള്ള റേറ്റ്. കസ്റ്റമർ ഡയറക്റ്റ് വന്നിട്ട് 13.25 ചോദിച്ചത്, 13.5 കൊടുക്കാന്നാ പറഞ്ഞത്. കസ്റ്റമർ ഡയറക്റ്റ് വന്ന മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ലോൺ ഒരു 10 രൂപ ലോണും കയറ്റി 10 രൂപ ലോണും കയറ്റി 4 ഉണ്ടെങ്കിൽ വണ്ടി സുഖസുന്ദരമായിട്ട് നമുക്ക് കസ്റ്റമർക്ക് കൊണ്ടുപോകാം. അതും 5 സ്പീഡ് വരുന്ന ഗിയർ ബോക്സ് വരുന്ന നല്ല ഉള്ളും കാര്യങ്ങളൊക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നുണ്ട്. ഇരുഭാഗമൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 20,000 കിലോമീറ്റർ ഫോർച്യൂണറിന്റെ ഉൾഭാഗം കണ്ട മാതിരിയാണ്. അതെ. ഇതിപ്പോ ഡീസൽ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ഒരു 12 കിലോമീറ്റർ മൈലേജ് എന്തായാലും ഓട്ടോമാറ്റിക്കലി കിട്ടുന്നുണ്ട്. 12 കിലോമീറ്റർ നമ്മളെ ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ 10ന്റെ മുകളിലും 12ന്റെ ആ ലെവലിലൊക്കെ നമുക്ക് ആവറേജ് മൈലേജ് കിട്ടും. ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ വീണ്ടും കാണാം.